സൂറ തൗബയുടെ അവസാന ഭാഗം 128, 129 രണ്ട് വചനങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിമഹത്തായ സ്വഭാവ വൈശിഷ്ട്യത്തെ ദ്യോതിപ്പിക്കുന്ന രണ്ട് വചനങ്ങൾ നോക്കൂ. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, ലഖദ് ജാഅകും നിശ്ചയമായും നിങ്ങൾക്ക് വന്നു, റസൂലും മിൻ അൻഫുസികും നിങ്ങളിൽ നിന്നും തന്നെയുള്ള ഒരു റസൂൽ, അസീസുൻ അലൈഹി മാ അനിത്തും നിങ്ങൾ കഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന് ദുസ്സഹമാകുന്നു. കാരണം നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്നും തെറ്റി സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഇരുലോകത്തും വലിയ കഷ്ടനഷ്ടങ്ങൾ വരുവാനുണ്ട്. അതിൽ അതീവ ദുഃഖിതനാണ്. അതോർത്തുകൊണ്ട് അങ്ങേയറ്റം ദുസ്സഹനാണ് ആ റസൂൽ എന്നാണ് ആ പറഞ്ഞതിന്റെ പൊരുൾ. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും നിങ്ങളുടെ കാര്യത്തിൽ അത്യാഗ്രഹമുള്ളവനുമാകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ സന്മാർഗത്തിലായി കാണാൻ, നിർമാർഗത്തിലായി കാണാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന ഒരു റസൂലാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ആ റസൂലിന്റെ കൂടെയുള്ള വിശ്വാസികളോട് അങ്ങേയറ്റം കൃപയുള്ള കാരുണ്യവാനായ ഒരു റസൂലാണ്. ഫഇൻ തവല്ലു ഇനി അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഈ മർദ്ദദുർദ്ദേശങ്ങൾ ഉൾക്കൊള്ളാതെ അവർ പിന്തിരിയുകയാണെങ്കിൽ, ഫഖുൽ അല്ലാഹു പറയുകയാണ്, ഫഖുൽ നബിയേ അപ്പോൾ താങ്കൾ പറയൂ, ഹസ്ബിയല്ലാഹ് എനിക്കല്ലാഹ് മതി, ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ആരാധനക്കർഹനില്ല, അലൈഹി തവക്കൽതു ഞാൻ അവന്റെ മേൽ ബരമേൽപ്പിക്കുന്നു, വഹുവ റബ്ബുൽ അർശിൽ അലീം അവൻ അതിമഹത്തായ അർശിന്റെ ഉടമസ്ഥനാകുന്നു. നോക്കൂ, നിങ്ങൾ മനുഷ്യർ സന്മാർഗത്തിലായി കാണാൻ അങ്ങേയറ്റം അതീവ താൽപര്യമുള്ള അവർ ഇരു ലോകത്തും അവർക്ക് യാതൊരു തരത്തിലുള്ള വിഷമങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിശാല മനസ്സിന്റെ ഉടമയായ ഒരു റസൂലിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ആ റസൂലാണെങ്കിലോ ആ റസൂലിന്റെ അധ്യാപനം അല്ലാഹ് മതിയായവനാണ് എനിക്ക്, ആ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, അവന്റെ മേലാണ് ഞാൻ സർവ്വം ബരമേൽപ്പിക്കുന്നത് എന്ന ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്ന ഈ റസൂലിന്റെ പാത നാം പിമ്പറ്റി നിർമാർഗത്തിൽ സഞ്ചരിക്കണം എന്നാണ് ഇതിന്റെയൊക്കെ പൊരുൾ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്.